ചേട്ടാ, സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു 9 മണി 9:30യോടെയാണ് ഈ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. രഞ്ജിത്തിന്റെ സിനിമ പോലെ തന്നെ നാടകീയമായ ഒരു അറസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റു പരാതികൾ ഒന്നുമല്ല, ലൈംഗിക ആരോപണ പരാതി തന്നെയാണ്. രഞ്ജിത്തിന് നേരെ ഇത് 3ാമത്തെ പരാതിയാണ് എത്തുന്നത്. അതിൽ തന്നെ ഇപ്പോൾ പോലീസ് കട്ടയം പൂട്ടി തന്നെയാണ് നടപടി എടുത്തിരിക്കുന്നത്. മുഖം നോക്കാതെയുള്ള നടപടി. കൃത്യമായി ഇദ്ദേഹം രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ, മറ്റൊരു നടനോടൊപ്പം രക്ഷപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു പോലീസ് വളഞ്ഞു തന്നെ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ശരിക്കും ഈ ഒരു പരാതിക്ക് കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപുണ്ടായിരുന്ന പരാതികൾ തേച്ച് മായ്ച്ച് കളഞ്ഞ രീതി പോലെ ഇത് പോകില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു പരാതിയുടെ സാഹചര്യങ്ങൾ? നമ്മളിവിടെ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒരു സർക്കാരില്ല. ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നത് സർക്കാരല്ല, ഇതിപ്പോ കെയർടേക്കർ ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ ഒരു സംഭവം നടന്ന് പരാതി ചെല്ലുന്നത് ഏതാണ്ട് ഫെബ്രുവരിയിൽ എങ്ങാണ്ടോ ചെന്ന പരാതിയാണ്. എന്നിട്ട് ആ പരാതി എന്തുകൊണ്ട് ഈ ഭരണം ഇരിക്കുന്ന സമയത്ത് വേണ്ട രീതിയിൽ നടപടി പോകില്ല എന്നൊരു ചോദ്യം വരും. ഇവിടെ ഇപ്പോൾ ഭരണമില്ലാതെ വരുമ്പോൾ പോലീസ് എന്ത് കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നറിയോ? പോലീസിനെതിരെ ഈ പറയുന്ന രീതിയിൽ നടൻ സിദ്ദിഖ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു, ഒരു യുവനടിയുടെ പരാതി വന്നു. നടൻ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ വരെ പോയി ജാമ്യം കിട്ടത്തക്ക രീതിയിലുള്ളൊരു അവസരം ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനമോ ചെയ്തു കൊടുക്കത്തക്ക രീതിയിലേക്ക് പോയി. അപ്പോൾ പോലീസിന് അവരെ നിഷ്പക്ഷമായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യാൻ വിട്ടിരുന്നാൽ അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ ഇപ്പോൾ ഈ സംവിധായകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യാതൊരുവിധ സൂചനയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അറസ്റ്റ് ചെയ്യണ്ട, രക്ഷപ്പെട്ടോട്ടെ എന്നൊരു സാഹചര്യം ഒരുക്കാനുള്ള മേളിൽ നിന്നുള്ള വിളികളൊന്നും സാധ്യമായില്ല. അതാണ് സാഹചര്യം. കാരണം ഇതിന് മുൻപുണ്ടായിരുന്ന 2 കേസുകളും നമുക്കറിയാൻ പറ്റും. പൊതുവെ സിനിമാ മേഖലയുമായി ഇത്തരം ഉയർന്നു വരുന്ന കേസുകളുടെ ഒരു ആരോപണമാണ് ഇതൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ തേച്ച് മായ്ച്ച് കളയാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത് വഴി വരട്ടെ, തേച്ചുമാഞ്ഞു പോവുകയോ എടുക്കുകയോ ചെയ്യട്ടെ. അല്ല, അത് മുൻകാല ചരിത്രം അനുസരിച്ച് അറസ്റ്റ് പോലും ഇപ്പോ എത്ര ദിവസം മാക്സിമം പോയി റിമാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങും, പിന്നീട് ഈ കേസ് ഉണ്ടാവില്ല. ഇതായിരുന്നു അറസ്റ്റ് പോലും ചെയ്യാത്ത കേസുകളും ഉണ്ട് ഇവിടെ. അപ്പൊ അത്തരം കേസുകൾ, അപ്പൊ സിനിമാ മേഖലയിൽ പരാതി ആദ്യം ചെല്ലുന്നത് അമ്മയിലായിരുന്നല്ലോ. പോലീസിലേക്ക്, DGPയിലേക്ക് എത്തുന്നതിന് മുൻപ് അധികം വൈകാതെ തന്നെ ഇദ്ദേഹത്തിന്റെ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു നടി, യുവതാരങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരാതി ചെല്ലുന്നത്. ഇത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് ഈ പീഡന ശ്രമം. അദ്ദേഹത്തിന്റെ കാരവനകത്ത് വെച്ചാണ് ഈ യുവ നടിയെ കയറി പിടിച്ചത്. അതിന് അദ്ദേഹം തിരിച്ചു പറയുന്ന കഥകളൊക്കെ വേറെയാണ്. അഭിനയം ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ, അഭിനയം ശരിയായില്ല എന്ന് വെച്ച് മറ്റൊരാളുടെ ദേഹത്ത് കടന്നു പിടിക്കാനുള്ള, അഭിനയം ശരിയായില്ല എന്ന് പറഞ്ഞതിലുള്ള വിരോധം കൊണ്ട് ഉണ്ടാക്കുന്ന കഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കേസിന്റെ വഴിക്ക് പോട്ടെ. അദ്ദേഹം ഈ പറയുന്ന സംഭവം നടക്കുമ്പോൾ ഒരു സഹസംവിധായിക, ഒരു ഒരു വനിത തന്നെ, അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ആരോ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അതെല്ലാം വരട്ടെ, അതൊക്കെ കേസ് നടക്കാൻ പോകുന്ന സമയത്ത് അത് അതിന്റെ വഴിക്ക് വിട്ടെ. നമുക്കിവിടെ എടുത്തു പറയേണ്ടത്, പോലീസ് കൃത്യമായി ഈ കേസിൽ വേണ്ട രീതിയിൽ ഇടപെട്ടു എന്നുള്ളൊരു കാര്യം തന്നെ നമുക്കിവിടെ എടുത്തു പറയണം. കാര്യം അദ്ദേഹത്തിന് ഇന്നലെ ഈ കേസ് കിട്ടിയ ശേഷം ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ അന്വേഷണം, ഇപ്പൊ അതിന് പറഞ്ഞ പോലെ കേസ് ആദ്യം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ചെല്ലുന്നത്. കാര്യം ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ആദ്യം നടത്തുമല്ലോ. അങ്ങനെയാണ് അമ്മയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര കമ്മീഷൻ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം SITക്ക് ഒരു പോലീസ് സംവിധാനം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇത്തരം സിനിമാ പ്രശ്നങ്ങൾക്കകത്തുള്ളവരെ അന്വേഷിക്കാനായി SITക്ക് തന്നെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഒരു ടീം തന്നെയുണ്ട്. അവിടെയും ഈ സാധനം എത്തിയിരുന്നു. എന്നിട്ട് അവർ ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ ഒരു അന്വേഷണം നടത്താനായി, ശരി നിങ്ങൾക്കിടയിൽ നടന്നതല്ലേ, നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടതാണ്. അതാണ് അതിൽ പറഞ്ഞത്. പക്ഷെ അവിടെയും ഈ പറയുന്ന രീതിയിൽ അവിടെയും ഒരു ഒത്തുതീർപ്പുണ്ടാവില്ല. അപ്പം ഇരയ്ക്കൊരു നീതി കിട്ടിയിരുന്നു. കാര്യം ഇതിനെ സംഭവിച്ചോ അല്ലെങ്കിൽ ഇതിനൊരു അപ്പോളജി ഇദ്ദേഹം പറയുകയോ, എനിക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് ഈ നടിയോട് പറയുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ കുട്ടിക്ക് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ ശേഷം അതിന് ഈ ഒരു പ്രശ്നം ട്രോമയിലായിപ്പോയി. സൈക്കിക് പ്രശ്നങ്ങൾ ആ കുട്ടി നേരിടേണ്ടി വന്നു. ആലോചിച്ച് നോക്കി ചേട്ടാ, ഈ നടിയുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഇവരെ ഒരു ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു. ഈ കാരവാൻ സംവിധാനമൊക്കെ ഇന്ന് തൊട്ടാ വന്നത് നമുക്കറിയാൻ പറ്റും. കാരണം ഈ ഒരു സുരക്ഷാ പ്രശ്നങ്ങളും അതേപോലെ നടിമാരുടെ ആ ഒരു സുരക്ഷിതത്വവും കംഫർട്ടും ഒക്കെ അനുസരിച്ചാണ് പിന്നീട് ഈ കാരവാൻ സിസ്റ്റങ്ങളൊക്കെ വന്നത്. അങ്ങനെ രഞ്ജിത്തിന്റെ സംവിധായകനും കാരവാൻ ഉണ്ട്, അഭിനയിക്കുന്നവർക്കും കാരവാൻ ഉണ്ട്. അപ്പോ ഈ നടി ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം ആ വീണ്ടും ഡ്രസ്സൊക്കെ മാറി തിരിച്ച്
അടുത്ത ഒരു സീനിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രഞ്ജിത്ത് അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാഭാവികമായും സംവിധായകൻ വിളിക്കുന്ന സമയത്ത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച് നൽകാനാണെന്നുള്ള ധാരണയിൽ നടി അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്താണ് ഇദ്ദേഹം അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു അതിക്രമണം ഒരു നടി നേരിടുന്ന സമയത്ത് ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ പോകുന്നത്. ഒരു ഷൂട്ടിംഗ് സെറ്റാണ്, ഷൂട്ടിംഗ് സെറ്റിന്റെ അകത്തിൽ ഇങ്ങനെ ഒരു പീഡനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അതിനുശേഷം പിന്നീട് ഇവർ അമ്മയിൽ പരാതി കൊടുക്കുന്നു. ഇപ്പോ ആഡ് ചെയ്തിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് മാനഭംഗപ്പെടുത്തുക, അതേപോലെ കടന്നു പിടിക്കുക, ബലാത്സംഗം, ഇത്തരത്തിലുള്ള വകുപ്പുകളും അതേപോലെ അപ്പൊ ഇപ്പൊ ആഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് മാനഭംഗമുണ്ട്, മാനഭംഗപ്പെടുത്തുക, ബലാത്സംഗം, അതേപോലെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തുക, അത്തരത്തിലുള്ള പലവിധ വകുപ്പുകൾ ശക്തമായി ലൈംഗിക ആംഗ്യം കാണിക്കുക. അപ്പൊ ഇങ്ങനത്തിലുള്ള ഒരുപാട് വകുപ്പുകളാണ് ഇപ്പൊ രഞ്ജിത്തിനെതിരെ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിസാരവൽക്കരിക്കാനോ അങ്ങനെ അങ്ങ് ഊരിപ്പോരാനോ പറ്റുന്ന വകുപ്പുകളൊന്നും അല്ല. അതേപോലെ അമ്മയിൽ പറഞ്ഞിട്ടുള്ള ഹേമ കമ്മിറ്റി വന്നപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകളല്ലേ എന്ന രീതിയിൽ തള്ളിക്കളയാൻ പറ്റുന്ന കേസുമല്ല. കാരണം ഈ അടുത്ത് നടന്നൊരു കേസാണ്. ഈ ഒരു ഇദ്ദേഹത്തിനെതിരെ 2 അതിക്രമണം അല്ലെങ്കിൽ ആദ്യത്തെ 2 കേസിനകത്തിലായിരുന്നു. ആദ്യം ഒരു കേസ് വന്നപ്പോൾ ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന പദവിയിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പിന്നീട് കുറെ നാള് രഞ്ജിത്തിനെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്വവർഗാനുരാഗം അത്തരത്തിലൊരു ചേഷ്ട കൂടി ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരാളെ കൂടെ മിസ്യൂസ് ചെയ്തിരുന്നു എന്നുള്ളൊരു ന്യൂസ് വരുന്നത്. അതും പക്ഷെ എങ്ങും എത്തിയിരുന്നില്ല. ആദ്യ കുറെ ദിവസങ്ങളിൽ അതെ, പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ സെറ്റിലെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ബംഗാളി അഭിനേത്രിയെ ഇതേപോലെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നം നേരിട്ടു എന്ന രീതിയിലായിരുന്നു ആരോപണം. അതിനുശേഷമാണ് ഇപ്പൊ ഈ 3ാമത്തെ കേസിൽ രഞ്ജിത്തിനെ പിടിവീഴുന്ന ഒരു അവസ്ഥ. നമുക്ക് ഈ ഒരു അറസ്റ്റ് കാണുമ്പോൾ രാഹുലിന്റെ അറസ്റ്റ് തന്നെയാണ് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് ഒരു മുന്നൊരുക്കമൊന്നും ഇല്ലാതെ പെട്ടെന്നുള്ളൊരു റാപ്പിഡ് അറസ്റ്റ് ആയിരുന്നു ഇത്. പക്ഷെ ഇതും സാധിക്കും കേരള പോലീസ്. അങ്ങനെ പ്രതിയെ പിടിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ആൾക്കാരൊന്നും അല്ല. ഇവിടുത്തെ സംവിധാനങ്ങൾ കൊണ്ടാണ്. ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഭരണത്തിന് ഇവിടെ ആളുണ്ട്. ഇപ്പൊ സജി ചെറിയാൻ പറയുന്നു മുഖം നോക്കാതെയുള്ള നടപടി. എന്ത് നടപടി? ഇവിടെ ഭരണത്തിൽ ഇവിടെ ആരും ഇല്ലല്ലോ. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ വേറൊരു കാര്യം അറിയോ? ഈ ബഹുമാനപ്പെട്ട സംവിധായകന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരെ ഒരാള് ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സെക്രട്ടറിയുടെ മകൻ അദ്ദേഹത്തിന്റെ സംവിധായക ശിഷ്യന്മാരിൽ ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കറക്റ്റ് പോലീസ് നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള സകല തെളിവുകളും റെഡിയാക്കി വെച്ചിട്ടാണ് അറസ്റ്റിലേക്ക് പോയത്. അദ്ദേഹം പിന്നെ ഇവിടെ എറണാകുളത്ത് വെച്ചാണ് അദ്ദേഹത്തിനെ രാത്രി അറസ്റ്റ് ചെയ്യുന്നത്, മുട്ടത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കിതിൽ പോലീസിന് കയ്യടി തന്നെ കൊടുക്കണം. കാര്യം മേളിൽ നിന്ന് നിയന്ത്രിക്കാൻ. കാര്യം സിദ്ദിഖിനെ ഇവിടെ അന്വേഷിച്ച് നടന്ന കഥയൊക്കെ അറിയാമല്ലോ. പോലീസിന്റെ കൈയും കാലും കെട്ടിയിട്ട് അന്വേഷണം നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനവും ഭരണകൂടവും തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഇവരെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തത്. ഇവർ പണിയെടുക്കും, ഇവർ കൃത്യമായി ഇവരെ കാര്യങ്ങൾ ചെയ്യും. ഈ പറയുന്ന രീതിയിലുള്ള ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല, കൃത്യമായി ഈ ഒരു കേസിലെങ്കിലും ആ ഒരു നീതി കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും. കാരണം ഇനി മൊഴിയെടുക്കണം. ഇനി സിനിമ സെറ്റിലേക്കാണ് പോകുന്നത്. സിനിമ സെറ്റിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ സിനിമയുടെ ഈ ക്രൂ മെമ്പേഴ്സ് ഇവരുടെയൊക്കെ മൊഴികളായിരിക്കും രേഖപ്പെടുത്താൻ. ഇനിയിപ്പോ ഇതിന്റെ മറ്റു വശങ്ങൾ നിങ്ങൾ എന്ത് വേണോ, നിയമവശങ്ങളോ കാര്യങ്ങളോ എന്ത് വേണോ, പക്ഷെ ആ കുട്ടി അനുഭവിച്ച മാനസിക വ്യഥ എന്ന് പറയുന്ന ഒരു സംഗതി. ഇവർക്ക് ഒരു കോൺഫിഡൻസ് അതാണ് ചേട്ടാ. കാരണം സിനിമയില് മേഖലയ്ക്ക് അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാവുമ്പോ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം രഞ്ജിത്ത് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സിനിമാ മേഖലയിൽ ഒരു നാഴികക്കല്ലെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം അത്രയധികം ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംവിധായകനാണ്. അത്രയധികം ഈ താര രാജാക്കന്മാരോടൊക്കെ അടുപ്പമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ പുറത്ത് നടന്നതാണെങ്കിൽ മൊഴികൾ എടുക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. കാരണം അത്രയങ്ങ് ഒരു നിഷ്പക്ഷമായിട്ടുള്ള മൊഴികൾ നമുക്ക് കിട്ടിയേനെ. പക്ഷെ അകത്തുള്ളതായുണ്ട്. കാരണം നമ്മൾ ഇതിനു മുൻപും ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ കണ്ടില്ലേ, ഇപ്പൊ അവരുടെ കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ സംവിധായകൻ, പി ടി കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ സംവിധായകന്റെ കേസ് കൊടുത്തിട്ട് ആ പറയുന്ന ആരോപണം, അതായത് പരാതി കൊടുത്ത വനിത വന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ മുഖം കാണിച്ച് ഇത്രയും കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി അവരെടുത്തു? തീർച്ചയായും അതേപോലെ നിരവധി അത്തരം കേസുകൾ നമ്മളിവിടെ കണ്ടതാണ്. ഇപ്പൊ നടിയെ ആക്രമിക്കപ്പെട്ട കേസാണെങ്കിൽ പോലും ഒരു ഇരുപക്ഷത്ത് നിന്ന് നടിയെ തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ
ഇപ്പൊ അത്രയും ഒരു ഫെയിം ആയിട്ടുള്ള ഒരു നടിയല്ല എങ്കിൽ പോലും അപ്പൊ അതുകൊണ്ട് തന്നെ സംവിധായകനെ രക്ഷപ്പെടാനുള്ള ഇതിപ്പോ സർക്കാരിന്റെ നേട്ടമായിട്ടൊന്നും സർക്കാർ ഇതൊന്നും പറയാനൊന്നും കഴിയില്ല. സർക്കാർ ഇപ്പൊ കെയർടേക്കർ ഗവൺമെന്റ് ആയതുകൊണ്ട് പോലീസ് ഇത്രയൊക്കെ ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ പോലീസിന് ഇതുപോലും ചെയ്യാൻ കഴിയില്ല. രക്ഷപ്പെടാനുള്ള പഴുതും രഞ്ജിത്ത് എന്ന സർക്കാരിന് പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. കാരണം അത് മുൻകാല കേസുകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഇത് സർക്കാരിന്റെ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കോടതി ഇടപെടലിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കട്ടെ. അപ്പോ ഇരയ്ക്ക് നീതി കിട്ടുമോ ഇല്ലയോ? കാര്യം ഭരണ സംവിധാനങ്ങൾ ഇത്തരത്തിൽ കൈകടത്തലുകൾ ഇല്ലാതിരിക്കുമ്പോൾ നിയമവ്യവസ്ഥയിൽ കൈകടത്താനൊന്നും എന്തായാലും പറ്റില്ല. കോടതിയിൽ മേലൊന്നും കൈകടത്താൻ ആർക്കും കഴിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. കോടതി ഇരയ്ക്ക് വേണ്ട നീതി ഉറപ്പാക്കും. കാര്യം 15 ദിവസമെങ്കിൽ 15 ദിവസം ജയിലിൽ കിടക്കണം എന്നൊരു തീരുമാനം കോടതി എടുത്താൽ അത് തന്നെ വലിയ കാര്യം. ബാക്കി നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ലൂപ്പ് ഹോൾസിലൊക്കെ ഇവരൊക്കെ രക്ഷപ്പെടും. അത് നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ പരിചയത്തിൽ നമുക്കറിയാവുന്നതാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇതൊരു നല്ല പോലീസിനെ ഒരു വളരെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിൽ ഉള്ള കാര്യം തന്നെയാണ് പോലീസ് ചെയ്തത്. കൈകടത്തലുകൾ ഇല്ലാതെ കൃത്യമായി അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. തീർച്ചയായും.